വാർത്തയിലേക്ക്. പിണറായി വിജയൻ രാജിവെക്കണമെന്ന് കെപിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎൽഎ. എഡിജിപി എംആർ അജിത് കുമാറും പി ശശിയും പ്രതികളായ വിജിലൻസ് കേസിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വ്യക്തമാണ്. അന്വേഷണ റിപ്പോർട്ട് തള്ളിയ വിജിലൻസ് കോടതി വിധി ഇതിന് തെളിവാണ്. ഈ സാഹചര്യത്തിൽ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതാണെന്നും സണ്ണി ജോസഫ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 14-ാം തീയതിയിലെ വിധി പരിശോധിക്കുന്ന ഏതൊരാൾക്കും കേരള മുഖ്യമന്ത്രി ആ കേസിൽ നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായ ഇടപെടലുകൾ പ്രകടമായിട്ടും മനസ്സിലാകുന്നതാണ്. നിയമവിരുദ്ധമായ ഈ കേസിൽ തന്റെ അടുത്ത 2 ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ആ പദവി ദുരുപയോഗം ചെയ്തുവെന്ന് ഈ കേസിലെ വിധി വാക്യങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. മുഖ്യമന്ത്രി ഏറ്റവും കുറഞ്ഞ പക്ഷം വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യാനെങ്കിലും അയോഗ്യനാണ് എന്ന് ഞങ്ങളിവിടെ പറയുകയാണ്. ഈ വിധിവാചകം വളരെ 116ഓളം പേജുകളുള്ളതാണ്. രാജ്യത്തെ തുടക്കം തന്നെ ഓണം. In our democratic polity under the constitution based on the concept of rule of law. ഇന്ത്യയുടെ ഭരണ സംവിധാനം നിയമവാഴ്ചയിൽ അധിഷ്ഠിതമാണ്. Which we have adopted and given to ourselves and which serve as an iota in the anatomy of our democratic system. The law is supreme. നിയമമാണ് പരമാധികാരി. Everyone, whether individually or collectively, is unquestionably under the supremacy of law. ആരാണെങ്കിലും വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും നിയമത്തിന്റെ വിധേയനാണ് ഏതൊരു വ്യക്തിയും സമൂഹവും. Whoever he may be, however high he is under the law. എത്ര ഉയർന്നയാളാണെങ്കിലും ആരാണെങ്കിലും ആ വ്യക്തി നിയമത്തിന് വിധേയനാണ്. No matter how powerful he is and how rich he may be. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എഡിജിപി അജിത് കുമാറിന് മുഖ്യമന്ത്രി ക്ലീൻ ചീറ്റ് നൽകിയ റിപ്പോർട്ട് വിജിലൻസ് കോടതി തള്ളിയ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും എഡിജിപി അജിത് കുമാറിനെയും രക്ഷിക്കുന്നതിനായി മുഖ്യമന്ത്രി ഇടപെട്ടുവെന്ന് പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞിരിക്കുകയാണെന്നും ഡിസിസി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയത്. നിയമലംഘനങ്ങളുടെ വകുപ്പായി ആഭ്യന്തര വകുപ്പ് മാറിയിരിക്കുകയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മാർട്ടിൻ ജോർജും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു.